എങ്ങനെയാണ് ഒരു ഉപാസനാമൂർത്തിയെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, എന്താണ് അതിനുള്ള ആധാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. നമുക്ക് ജ്യോതിഷത്തിലൂടെയോ മഷിനോട്ടത്തിലൂടെയോ അത് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ജ്യോതിഷത്തിലൂടെയും മഷിനോട്ടത്തിലൂടെയും ഈ ഉപാസനാ സങ്കല്പത്തെയൊക്കെ കണ്ടുപിടിക്കാം. അതിന് 2-3 കാര്യങ്ങളുണ്ട്. അറിവുള്ള ആൾക്കാർക്ക് അത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന കാര്യമുള്ളൂ. ഏറ്റവും എളുപ്പം, കുറേയും കൂടി എളുപ്പം എനിക്ക് തോന്നുന്നു ജാതക സമ്പ്രദായത്തിലായിരിക്കാം ഈ ഉപാസനാ ദേവതകളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ പറ്റുക. അദ്ദേഹത്തിൻ്റെ 9ാം ഭാവമോ അല്ലെങ്കിൽ ജാതകത്തിലുള്ള 5ാം ഭാവമോ അല്ലെങ്കിൽ അതിൻ്റെ ഭാവാധിപതിയോ അഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ പിന്നീട് ആ ഗ്രഹത്തിന് ദ്രേക്കാണം നോക്കുകയും ആ ദ്രേക്കാണത്തിൻ്റെ പദ്യമനുസരിച്ച്, ആ നിയമം അനുസരിച്ച് ആ ദേവതാ സങ്കല്പത്തിൻ്റെ രൂപം എന്താണെന്നും ഏത് ദേവനാണ് അദ്ദേഹത്തിന് അനുയോജ്യനെന്നൊക്കെ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. അറിവുള്ള ജ്യോതിഷന്മാരും ആചാര്യന്മാരും ഗുരുക്കന്മാരും അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ കുറേയും കൂടി എളുപ്പം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഇത് പറയുകയാണ് കേട്ടോ. എൻ്റെ മാത്രമുള്ള കാര്യമാണ്, അല്ലാതെ പുറമേയുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയണത്. എൻ്റെ മാത്രമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദേവനെ നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. ആ ദേവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന വ്യക്തി ആരാണെന്ന് ആ ദേവനാണല്ലോ കണ്ടുപിടിക്കുക, തിരിച്ചറിയുക. ആ ദേവൻ തിരഞ്ഞെടുക്കുന്ന ഇതായിരിക്കും, അല്ലാണ്ട് നമ്മളായിട്ട് തിരഞ്ഞെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ദേവനായിട്ടാണ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ വിഷ്ണുമായ എന്ന ദേവനോടാണ് എനിക്ക് അമിതമായിട്ടുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ ഇഷ്ടം, പ്രാർത്ഥന, പ്രണയം. ഇതെല്ലാം വിഷ്ണുമായോടാണ്, വിഷ്ണുമായ എന്ന ദേവതാ സങ്കല്പത്തിനോടാണ്. അത് വിചാരിച്ച് എനിക്ക് മറ്റുള്ള ദേവന്മാരെയോ ദേവതകളെയോ ഇഷ്ടമില്ല എന്നല്ല. എനിക്ക് ഒരു പ്രത്യേക പ്രണയം എൻ്റെ സ്വാമിയോടാണ്, എൻ്റെ പൊന്നുണ്ണിമായോടാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ആയിന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഞാൻ ജനിച്ച കാലഘട്ടം മുഴുവൻ, വളർന്ന കാലഘട്ടം മുഴുവൻ സ്വാമിയെ കുറിച്ച് കേൾക്കുകയും സ്വാമിയെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വിഷ്ണുമായ എന്ന ദേവനെ എനിക്ക് ഇത്രയും ഇഷ്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്രയും ഭഗവാനോടുള്ളൊരു ആരാധനയിലേക്ക് ഞാൻ പോയത്. ഒരു പക്ഷെ അങ്ങനെ ആവാം. മറ്റുള്ള കുലദേവ സമ്പ്രദായങ്ങൾ എനിക്കുണ്ട്. കരിങ്കാളി മുത്തിയമ്മയുണ്ട്, വീരഭദ്രസ്വാമിയുണ്ട്, പുളിയാവള്ളി നമ്പൂരിച്ചനുണ്ട്, ഉമ്മുമ്മച്ചാത്തനുണ്ട്, അതേപോലെ തന്നെ കരിങ്കുട്ടി സ്വാമിയുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, എല്ലാ ദേവതമാരും ഉണ്ടെങ്കിലും എനിക്കെന്തോ എൻ്റെ ഉണ്ണിയോട് അല്ലെങ്കിൽ എൻ്റെ സ്വാമിയോടൊരു പ്രത്യേക പ്രണയമാണ്. അതൊരു പക്ഷെ ആ ദേവൻ എന്നെ തെരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും. ഞാനിപ്പോഴും ചിന്തിക്കുന്നത്, ഒരിക്കലും ഞാനായിട്ടല്ല ഭഗവാന്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ ഞാനായിട്ടല്ല ഭഗവാനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. എൻ്റെ ഉപാസനാമൂർത്തി ഇന്നതായിരിക്കണം, ഞാൻ ഉപവസിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഉപാസിക്കാൻ പോകുന്ന ദേവത ഈ ദേവനായിരിക്കണം എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടും കൂടി ഇല്ല. അത് എനിക്ക് തോന്നുന്നു ഭഗവാൻ സ്വാമി വിഷ്ണുവായിട്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ എന്നെ തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യവും മുറ പോലെ നടക്കാനും അദ്ദേഹത്തെ പൊന്നുപോലെ നോക്കാനും ചിലപ്പോൾ ഭഗവാനായിട്ട് തന്നെയായിരിക്കും എന്നെ തിരഞ്ഞെടുത്തേക്കണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളൻ എന്ന് പറയുന്നതിനെക്കാട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ, അപ്പോൾ ഇതിപ്പോൾ വിഷ്ണുമായുടെ ഞാനായതുകൊണ്ട് സ്വാമിയുടെ കാര്യം എടുത്തു പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയാണെങ്കിലും അയ്യപ്പസ്വാമിയാണെങ്കിലും ദേവിയാണെങ്കിലും ശിവനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും അവരാണ് നമ്മളെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരാണ് നമ്മളെ തിരഞ്ഞെടുക്കുക. ഈ വിഷ്ണുമായ ഞാനിപ്പോഴും പറയുന്നത്, ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്കതൊരു ഇതായി തോന്നരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ സ്വാമിയുടെ അടുത്തുണ്ട്. അമ്മയുടെ വീട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും വിഷ്ണുമായ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ, അല്ലെങ്കിൽ അവിടെയുള്ള പഴയ
തിറവള്ള ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ പാട്ടിൻ്റെ പഴയ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് നോക്കിയാലും അവിടെ ഞാനുണ്ട്. അപ്പൊ അതെനിക്കറിയില്ല സ്വാമിയുടെ ഇതിലേക്ക് അല്ലെങ്കിൽ സ്വാമിയുടെ ആ ഒരു ചൈതന്യത്തിലേക്ക് എപ്പോഴാണ് എൻ്റെ മനസ്സ് അത്രയും ലയിച്ചു പോയേ എന്ന് ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എത്ര നോക്കിയിട്ടും എവിടെ നിന്നാണ് ഞാനത് ടേൺ ചെയ്ത് വിഷ്ണുമായയുടെ ഉള്ളിലേക്ക് വിഷ്ണുമായയുടെ അടുത്തേക്ക് ഞാൻ എത്തിയത് അല്ലെങ്കിൽ ഭഗവാന്റെ ആ രൂപത്തിലേക്ക് എൻ്റെ ഒരു പ്രണയം വന്നത് എപ്പോഴാണ് എന്നുള്ളത് എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അത് ആ ദേവനാണ് തിരഞ്ഞെടുക്കുന്നത്, വേറെ ആരുമല്ല.